ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ബാംഗ്ലൂരിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫിസിയോതെറപ്പിസ്റ്റാണ്. കുറച്ച് ദിവസം മുമ്പ് നാട്ടിൽ വന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് വന്നു. ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ മെയിൻലി പെയിൻ കില്ലേഴ്സ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്, വിച്ച് ഇസ് നൈസ് അല്ലേ. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്നു. അത് പെയിൻ കാരണമാണ് വരുന്നത്. അപ്പോൾ ചില ഡോക്ടറുകൾ ആ പെയിൻ കുറയ്ക്കാനായിട്ടുള്ള എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുക്കും. അതാണ് വേണ്ടത്. അതൊരു നല്ല കാര്യമാണ്, അതൊരു നല്ല അപ്രോച്ചാണ്. പക്ഷേ അതൊരു കംപ്ലീറ്റ് അപ്രോച്ച് അല്ല. കാരണം ഒരു രോഗിക്ക് പെയിൻ വരുന്നു, അത് എന്തുകൊണ്ടാണ് വരുന്നത്, ആ കാരണം കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് അതിനെ ചികിത്സിക്കണം. നമ്മൾ ആ പെയിൻ മാറ്റുന്നതുകൊണ്ട് ആ രോഗി സൗഖ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ രോഗി ചിലപ്പോൾ തൃപ്തരാവാം. അവരുടെ പെയിൻ പോയി, അവരുടെ മെയിൻ കൺസേൺ പെയിൻ ആയിരുന്നു, ആ പെയിൻ ഇപ്പോൾ ഇല്ലാതായി. പക്ഷേ പെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടായത് അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഡോക്ടർ, ഇഫ് ദ പേഷ്യൻ്റ് ഹാസ് എൻ ഇൻഡിക്കേഷൻ ഫോർ ഫിസിയോതെറപ്പി, kindly send that patient to a physiotherapist. Not when you send your patients to a physiotherapist, please do not ask what the physiotherapist has to do. A physiotherapist is the only one, or even the PMR. ഇവർക്കൊക്കെയാണ് ഒരു പേഷ്യൻറ്റിനെ പൂർണ്ണമായിട്ട് റീഹാബ് ചെയ്യാൻ ആയിട്ടുള്ള ക്രിട്ടിക്കൽ നോളജ് ഉള്ളൂ. ഒരു ഫിസിയോതെറപ്പിസ്റ്റ് പഠിക്കുന്നത് ഒരു മെഡിക്കൽ ഡോക്ടർ പഠിക്കുന്ന അത്രയും തന്നെ പഠിക്കുന്നുണ്ട്. ചില കേസസിൽ അത്ര ആഴമല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇവർ സർജറി ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ സർജറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നുണ്ട്. അവർ സർജറി ചെയ്തും പഠിക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് ഇസ് എക്സാക്ട്ലി വൈ വി ആർ നോട്ട് ദി അപ്രോപ്രിയേറ്റ് പീപ്പിൾ ടു ഡു ദ സർജറി. വി ക്യാൻ refer the patient to a doctor who is a surgeon, but we are not the appropriate people to do the surgery. In the same way, doctors, they learn about I doubt that they learn about physiotherapy. I'm pretty sure they don't. Okay, they just know that something called as physiotherapy exists. They know physiotherapy brings about a lot of changes, but they don't know how physiotherapists work. They don't know how a rehab program is devised or tailored according to various conditions of the patient. So next time if you see a doctor, ഇതിപ്പോൾ എനിക്ക് പേഷ്യൻസിനോടാണ് പറയാനുള്ളത്. പേഷ്യൻസ്, നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇന്നത് ചെയ്യിപ്പിച്ചുകൊണ്ട് വരൂ എന്ന് പറയുന്ന ഡോക്ടർമാരെ വക വയ്ക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. ചില കേസസിൽ ആ ഫിസിയോതെറപ്പിസ്റ്റിന് വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് തോന്നുന്നതെങ്കിൽ ആ ഫിസിയോതെറപ്പിസ്റ്റ് പറയുന്നത് കേൾക്കൂ, പ്രൊവൈഡഡ് ഹി ഗിവ്സ് യു എ ഗുഡ് റീസണിങ് ആസ് ടു വൈ ഹി ഈസ് ഡൂയിങ് ഇറ്റ്. നിങ്ങൾ ഫിസിയോതെറപ്പിസ്റ്റുകളായിട്ട് പൂർണ്ണ സഹകരണത്തോടെ അവരുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫിസിയോതെറപ്പിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കി അവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് പ്രയോജനകരമാകുക എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഫിസിയോതെറപ്പി ചെയ്യുവാനായിട്ട്. അല്ല ഡോക്ടർ ഇന്നത് പറഞ്ഞു, ഫിസിയോതെറപ്പിസ്റ്റുകൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ചില പേഷ്യൻസ് ഒരു പ്രജുഡിസ്ഡ് മൈൻഡായിട്ട് അവരിങ്ങനെ വരും. അത് തെറ്റാണ്. അത് അവസാനം ബാധിക്കുന്നത് രണ്ട് കൂട്ടർക്കാണ്. ഒന്ന്, നിങ്ങൾക്ക് വേണ്ടുന്ന അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തരാനായിട്ടുള്ള ഫിസിയോതെറപ്പിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അവരെ നിങ്ങൾ ബിലീവ് ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ നിങ്ങളെ വിശ്വാസം അർപ്പിക്കാതെ വരുമ്പോൾ നിങ്ങളാണ് ലൂസേഴ്സ് ആവുന്നത്. അതൊന്ന്. രണ്ട്, നമ്മൾ ഫിസിയോതെറപ്പിസ്റ്റുകളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ, ഇതിനെയാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലാണ് ഇത് ബാധിക്കുന്നത്. ഒന്ന് പേഷ്യൻസിൻ്റെ ബെനിഫിറ്റ്സ്, ഒന്ന് ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ കരിയർ. ഓക്കെ,
സോ ഇത് പറ്റുന്ന അത്രയും മാക്സിമം ആൾക്കാരിൽ എത്തിക്കാൻ നോക്കുക. ഇത് എൻ്റെ ഒരു ഹമ്പിൾ ഒപ്പീനിയനാണ്. ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് ട്രിഗർ ആയേക്കാം, പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക്. ചില കേസസിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം.